നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹി ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ജമ്മുകാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ, സർക്കാർ ഉത്തരവിറക്കി. ജമ്മുകാശ്മീരിൽ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി സർക്കാർ ഉത്തരവിറക്കി. പോലീസ്, അഴിമതി വിരുദ്ധ വിഭാഗം, അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവയിലെ പ്രധാന നിർദ്ദേശങ്ങൾക്ക് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടണം. പ്രോസിക്യൂഷൻ അനുമതിയിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾക്കും ഗവർണറുടെ അനുമതി അനിവാര്യമാണ്. ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത്. വിഴിഞ്ഞം പദ്ധതി സർക്കാർ ഹൈജാക്ക് ചെയ്തു, ജനം വിലയിരുത്തും. മുഖ്യമന്ത്രി സ്വയം ചെറുതായെന്നും VD സതീശൻ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പദ്ധതി UDF സർക്കാരിന്റെ ബേബിയാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. K കരുണാകരന്റെ കാലത്ത് ഡിസൈൻ ചെയ്ത പദ്ധതിയാണ്. ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ കഠിനാധ്വാനം ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. അന്ന് ഇത് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നും കടൽ കൊള്ളയാണ് എന്നും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങൾ ബഹിഷ്കരിച്ചില്ല, കരിദിനം ആചരിച്ചില്ല. ക്രിയാത്മകമായ പ്രതിപക്ഷമാണ് UDFന്റേത്. എന്നെ വിളിക്കുന്നതും വിളിക്കാത്തതും അവരുടെ ഇഷ്ടം. ആളുകൾ അതിനെ വിലയിരുത്തും. വികസനത്തിന്റെ ഇരയായവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള പദ്ധതികൾ സർക്കാർ ഉണ്ടാക്കണം. പ്രസംഗത്തിൽ പദ്ധതിയുടെ നാൾവഴികൾ മുഴുവൻ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി വിസ്മരിച്ചതിൽ മുഖ്യമന്ത്രി സ്വയം ചെറുതായിപ്പോയെന്നാണ് എനിക്ക് തോന്നിയതെന്നും VD സതീശൻ പറഞ്ഞു. വിഴിഞ്ഞം സമരത്തിന് പിന്നിൽ M വിൻസെന്റിന്റെ കരങ്ങളെന്ന് അഹമ്മദ് ദേവർകോവിൽ. അടിസ്ഥാനരഹിതമെന്ന് M വിൻസെന്റ്. വിഴിഞ്ഞം സമരത്തിന് ചുക്കാൻ പിടിച്ചത് M വിൻസെന്റ് MLA ആണെന്ന് അഹമ്മദ് ദേവർകോവിൽ MLAയുടെ വിമർശനത്തിന് മറുപടിയായി M വിൻസെന്റ് MLA. വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്ന ആശയത്തോട് തനിക്ക് യോജിപ്പില്ലായിരുന്നെന്നും അഹമ്മദ് ദേവർകോവിൽ ഉന്നയിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണെന്നും M വിൻസെന്റ് പറഞ്ഞു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ അഹമ്മദ് ദേവർകോവിലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് ഉൾപ്പെടെ ആലോചിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. നൈജീരിയയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണ് 22 കുട്ടികൾക്ക് ദാരുണാന്ത്യം. കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയത് 100-ലേറെ കുട്ടികൾ. നൈജീരിയയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണ് 22 കുട്ടികൾക്ക് ദാരുണാന്ത്യം. നൈജീരിയയിലെ പ്ലാറ്റു സ്റ്റേറ്റിൽ ജോസ് നോർത്തിന് കീഴിലുള്ള ബുസാബുജി കമ്മ്യൂണിറ്റിയിലെ സെന്റ് അക്കാദമി സ്കൂളിന്റെ കെട്ടിടമാണ് ഇന്നലെ രാവിലെ 8:30 തകർന്നു വീണത്. 26ഓളം വിദ്യാർത്ഥികളെ സമീപത്തെ വിവിധ ആശുപത്രിയിൽ എത്തിച്ചു. സ്കൂൾ അധികൃതരുടെ കണക്കുകൾ പ്രകാരം 70-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് കുടുങ്ങിയിട്ടുണ്ട്. നാട്ടുകാരുടെയും വിവിധ സന്നദ്ധ സേനകളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. കൃഷ്ണതേജയുടെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു. തൃശൂർ കളക്ടറുടെ ചുമതല ഒഴിയും. കേരളം വിടും, ഇനി ആന്ധ്രയിൽ. തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ കേരള കേഡറിൽ നിന്നും ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി.
3 വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് കൃഷ്ണതേജ പോകുന്നത്. ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണിന് ഗ്രാമവികസനം, പഞ്ചായത്തി രാജ് വകുപ്പുകളുടെ ചുമതലയാണ്. പ്രളയം, കോവിഡ് കാലത്ത് കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൃഷ്ണതേജയെ പരിഗണിക്കാൻ കാരണം. പിണറായി പൂർണ്ണസംഖ്യയായി മാറി. എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് തന്നെ. കെ മുരളീധരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പിണറായി വിജയൻ പൂർണ്ണസംഖ്യയായി മാറിയെന്നും വിഴിഞ്ഞം എന്നാൽ എല്ലാവരുടെയും ഓർമ്മയിൽ ഉമ്മൻചാണ്ടിയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ബിജെപി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മൻമോഹൻ സിംഗിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പാർട്ടി വോട്ടുകൾ ബിജെപി വിഴുങ്ങുന്നു എന്ന സിപിഎം ആശങ്ക പിണറായിക്കില്ല. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല. സ്പീക്കറുടേത് മാതൃകാപരമായ നിലപാടാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. അസമിൽ പ്രളയം, മരണസംഖ്യ 106. 24-ലധികം ജില്ലകളിൽ കനത്ത നാശനഷ്ടങ്ങൾ. ഓറഞ്ച് അലർട്ട്. ആസാമിൽ പ്രളയത്തിന് ശമനമില്ല. കഴിഞ്ഞ ദിവസം 7 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 106-ലെത്തി. 24ഓളം ജില്ലകളിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ട്. ആസാമിൽ ഇന്നലെ റെഡ് അലർട്ടായിരുന്നു. ഇന്നത് ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ആസാമിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ വീതം ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ആദ്യ ഫല സൂചനകൾ പുറത്ത്. 13 സീറ്റുകളിൽ 11ലും ഇന്ത്യ സഖ്യം മുന്നിൽ. 7 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആദ്യ ഫല സൂചന പുറത്തുവന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 13 സീറ്റുകളിൽ 11ഇടത്തും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാണ് മുന്നേറുന്നത്. ആദ്യഫല സൂചനകൾ ബിജെപിക്ക് തിരിച്ചടിയാണ്. മധ്യപ്രദേശിലെ 1 സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ 3 സീറ്റിൽ കോൺഗ്രസ് ആണ് മുന്നിൽ. ഹിമാചൽ പ്രദേശിൽ ഒരിടത്ത് ബിജെപിയാണ് മുന്നിൽ. ഹിമാചൽ പ്രദേശിലെ ദെഹ്റയിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലേഷ് താക്കൂറിന്റെ ലീഡ് 6000 കടന്നു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. 1 പവൻ സ്വർണത്തിന് വില 54,080 രൂപയിലും 1 ഗ്രാം സ്വർണം 6,760 രൂപ എന്ന നിരക്കിലും തുടരുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.